ബിജെപിയുടെയും എൻഡിഎയുടെയും ഏകകണ്ഠമായ തീരുമാനമാണ് ഈ പുതിയ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. തുടക്കത്തിൽ മത്സരിക്കേണ്ട എന്ന നിലപാടിലായിരുന്നു ബിജെപി ഉണ്ടായിരുന്നത്. പിന്നീട് BDJS മത്സരിക്കട്ടെ എന്ന നിലയിലേക്ക് പോയി. BDJSും മത്സരിക്കാനില്ല എന്ന നിലപാടെടുത്തുകൊണ്ടാണ് പല സ്ഥലത്തും കാണുന്നത്. അങ്ങനെയാണോ അവസാനം സ്ഥാനാർത്ഥിയിലേക്ക്? അല്ലല്ല, ഇത് ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ ഇന്നത്തെ ആമുഖത്തിലും സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പ് ഒരു അസമയത്ത് അനാവശ്യമായി ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ്. ഇതാണ് നേരത്തെ നിലപാട്, ഇപ്പോൾ നിലപാടതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നു. ജനാധിപത്യ കക്ഷി എന്നുള്ള നിലയ്ക്ക്, മുന്നണി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ സ്വാഭാവികമായി സ്ഥാനാർത്ഥിയെ നിർത്തി ഞങ്ങൾ രാഷ്ട്രീയ പോരാട്ടം നടത്തും. പിന്നീട് എൻഡിഎക്കകത്ത്, ബിജെപിക്കകത്തും എൻഡിഎക്കകത്തും ആര് സ്ഥാനാർത്ഥിയാവണം എന്നുള്ളത് ജനാധിപത്യ രീതിയിലുള്ള ചർച്ച നടത്തും. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു ജനാധിപത്യ രീതിയാണത് ആ ചർച്ച എന്ന് പറയുന്നത്. ഏറ്റവും ഒടുവിൽ ആരായാണ് നിർത്തേണ്ടത് എന്നുള്ളത് ഏകകണ്ഠമായിട്ട് തീരുമാനിച്ചു. അത് ഇന്ന് പ്രഖ്യാപിച്ചു. ഒരു ജനാധിപത്യത്തിന്റെ ഒരു മഹത്തരമായ മാതൃകയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുറച്ചുകൂടി പാൻ കേരള ബേസുള്ള അനുപാനിനെയും ഷോജിനെയും പോലുള്ള കൃത്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ബിജെപിക്ക്. അതെ, ഞങ്ങൾക്ക് പാൻ കേരളം മുഴുവൻ അറിയപ്പെടുന്ന നിരവധി ക്രിസ്ത്യൻ നേതാക്കളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് നിങ്ങളിപ്പം അനൂപിനെ കുറിച്ച് സൂചിപ്പിച്ചത്. ധാരാളമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ നിലമ്പൂരിൽ ഞങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് ഈ ശ്രീമാൻ അദ്ദേഹത്തെയാണ്. അല്ല, അതിശക്തമായ മത്സരമാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് ഞങ്ങളുടെ ഈ സ്ഥാനാർത്ഥി. നിങ്ങൾ നിലമ്പൂരിൽ അന്വേഷിച്ചാൽ മതി. 4 പതിറ്റാണ്ട് കാലത്തെ നിലമ്പൂരിന്റെ രാഷ്ട്രീയ, സാമൂഹ്യ, വിദ്യാഭ്യാസ, സാമുദായിക മേഖലകളിലെ നിറസാന്നിധ്യമാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി. അങ്ങനെ ഒരിടത്തും സംസ്ഥാന പ്രസിഡന്റ് ഒരിടത്തും മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് ഞാൻ ഇന്ന് നേരത്തെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ ഞങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ കോർ കമ്മിറ്റി അംഗങ്ങളെല്ലാം തന്നെ അത് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നടത്തിയിട്ടുള്ള മാധ്യമങ്ങളുമായി സംവദിക്കുമ്പോൾ ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട്. അത് മത്സരിക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ബിജെപിയിലെ സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നാലെ PK കൃഷ്ണദാസ് രംഗത്തെത്തി. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മത്സരത്തിനില്ല എന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം പറഞ്ഞിരുന്നു. പക്ഷേ ഇത് ഇപ്പോൾ മാറി മറിയുകയാണ്. കൂടാതെ നിലമ്പൂരിൽ ഔട്ട്സോഴ്സിംഗ് ചെയ്യേണ്ടി വന്നു എന്ന ആരോപണം ഉയർന്നു വരുന്നുണ്ട്. കേരള കോൺഗ്രസ് ബന്ധം കൂടെ BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിനുണ്ടെന്ന് പുറത്തു വന്നതിനു പിന്നാലെ കേരള കോൺഗ്രസ് ആരോപണവുമായി രംഗത്തെത്തി. സ്ഥാനാർത്ഥി ക്ഷാമമുണ്ടായി BJPയെ സഹായിക്കാൻ ജോസഫ് ഗ്രൂപ്പ് ഡെപ്യൂട്ടേഷനിൽ കൊടുത്തിരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് മോഹൻ ജോർജ്. അത് UDFിൻ്റെയും ഡെപ്യൂട്ടേഷനാണ്. ഇത് ഇപ്പോൾ ഉള്ള ബന്ധമല്ല, നേരത്തെ ഉള്ള ഒരു അന്തർധാരയാണിത്. UDFും BJPയും തമ്മിലുള്ള അന്തർധാരയ്ക്ക് ഇപ്പോൾ ഒരുപാട് തെളിവുകളുണ്ട്. അപ്പോൾ ജോസഫ് ഗ്രൂപ്പ് നേതാവ് ശ്രീ മോൻസ് ജോസഫിൻ്റെ നിയോജകമണ്ഡലത്തിൽ അദ്ദേഹം കിടങ്ങൂർ നടത്തിയ ബന്ധവും കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ നടത്തിയ ബന്ധവും എല്ലാമായിട്ട് കൂട്ടി വായിക്കേണ്ടതുണ്ട് ഈ തീരുമാനത്തിൽ. ആ നിലയിൽ ജോസഫ് ഗ്രൂപ്പിൻ്റെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ആളാണ് BJP സ്ഥാനാർത്ഥി. അത് സ്ഥാനാർത്ഥിയെ ഡെപ്യൂട്ടേഷനിൽ വിട്ടുകൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ കേരള കോൺഗ്രസിന് ഇങ്ങനെ ഒരു നേതാവില്ല എന്നും PJ ജോസഫ് നയിക്കുന്ന പാർട്ടിയുമായി ബന്ധമില്ലാത്ത വ്യക്തിയാണ് എന്നും കേരള കോൺഗ്രസ് നേതാവ് മാത്യു വർഗീസ് വ്യക്തമാക്കി. അതായത് ഒരു അധികാരമോഹിയായ ഒരാളെ സ്ഥാനാർത്ഥി ദാരിദ്ര്യം കൊണ്ട് ഉയർന്നു വന്നതാണ്. കഴിഞ്ഞ 4 വർഷമായി പാർട്ടിയുമായി സജീവമല്ലാത്ത ഒരാളെയാണ് BJP കയറിൽ കെട്ടി നിലമ്പൂരിൽ ഇറക്കിയിട്ടുള്ളത്. BJP സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ഇന്ന് BJP സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിച്ചു. ശ്രീ മോഹൻ ജോർജ് അവകാശവാദം ഉന്നയിച്ചത് കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവ് എന്നുള്ളതാണ്. യാഥാർത്ഥ്യത്തിന് ഒട്ടും നിരക്കുന്നതല്ല. അത് തികച്ചും അപലപനീയമായ ഒരു പ്രസ്താവനയാണ്. കേരള കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്താൻ നടത്തിയൊരു പ്രസ്താവനയാണ്.
കേരള കോൺഗ്രസ് പാർട്ടിയുമായി ശ്രീ മോഹൻ ജോർജിന് യാതൊരു ബന്ധവുമില്ല. പാർട്ടിയുടെ ചെയർമാൻ ശ്രീ PJ ജോസഫ് സാർ നയിക്കുന്ന കേരള കോൺഗ്രസ് ആ പാർട്ടിയിൽ പ്രവർത്തിച്ച യാതൊരു പാരമ്പര്യവും ശ്രീ മോഹൻ ജോർജിനില്ല. മോഹൻ ജോർജ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് KSCയിൽ ശ്രീ മാണി സാർ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയിലും അതിൽ അദ്ദേഹം ചെയ്ത പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുകയും അതിനുശേഷം കേരള കോൺഗ്രസ് പിള്ള ഗ്രൂപ്പിൽ ചേരുകയും ചെയ്തു. പിള്ള ഗ്രൂപ്പിൽ 14 വർഷത്തെ പ്രവർത്തനം നടത്തി പിള്ള ഗ്രൂപ്പും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ് ഉണ്ടായത്. പിള്ള ഗ്രൂപ്പ് കേരള കോൺഗ്രസിൽ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി സ്ഥാനമായിരുന്നു. ആ ഒരു ഭാരവാഹിത്വമാണ് കേരള കോൺഗ്രസിൽ ആ സംവിധാനത്തിൽ അദ്ദേഹം വഹിച്ചിരുന്നത്. അതിനുശേഷം 2020 പാർട്ടിയുടെ നേതാവ് ശ്രീ ഫ്രാൻസിസ് ജോർജ് ജനാധിപത്യ കേരള കോൺഗ്രസ് പിരിച്ചുവിട്ട് ശ്രീ PJ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസിൽ ചേർന്നപ്പോൾ ഇദ്ദേഹം ആ കാലത്ത് ഫ്രാൻസിസ് ജോർജിൻ്റെ ജനാധിപത്യ കേരള കോൺഗ്രസിൽ ആയിരുന്ന സ്ഥിതിയിൽ PJ ജോസഫുമായുള്ള കേരള കോൺഗ്രസിൽ ലയിച്ച സാഹചര്യത്തിൽ അദ്ദേഹം കേരള കോൺഗ്രസ് പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിന് പാർട്ടിയിൽ ചില സ്ഥാനമാനങ്ങൾ ധാരണയുടെ അടിസ്ഥാനത്തിൽ കൊടുത്തിരുന്നു. വീണ്ടും 2023 കേരള കോൺഗ്രസ് പാർട്ടി സംസ്ഥാന തലത്തിൽ മെമ്പർഷിപ്പ് വിതരണം ചെയ്ത് നടത്തിയ സംസ്ഥാന ഇലക്ഷനിൽ അദ്ദേഹത്തിന് പ്രവർത്തനമായി പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കാത്ത സാഹചര്യത്തിൽ യാതൊരു സ്ഥാനമാനങ്ങളും ലഭിച്ചിരുന്നില്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം വേണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നുവെങ്കിലും പാർട്ടി അത് നിരാകരിക്കുകയുണ്ടായത്. കാരണം അദ്ദേഹം ഒഫീഷ്യലായി മെമ്പർഷിപ്പ് സ്വീകരിക്കുകയോ മെമ്പർഷിപ്പ് പുതുക്കുകയോ ചെയ്യാൻ തയ്യാറായിരുന്നില്ല. ആ കാരണത്താൽ തന്നെ പാർട്ടിയുടെ യാതൊരു ഭാരവാഹിത്വത്തിലും അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരുന്നില്ല. വീണ്ടും അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളുമായി നടത്തിയ ചർച്ചകളിൽ ഞാൻ പാർട്ടിയിൽ സജീവമായി പ്രവർത്തിക്കുമെന്നും കേരള കോൺഗ്രസിൻ്റെ ഒരു പതാക പുതച്ച് മരിക്കണമെന്നും ഒക്കെ വളരെ വികാരാധീനനായി ഞങ്ങളോട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ നോമിനേറ്റ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. ഒരു നോമിനേറ്റഡ് സംസ്ഥാന കമ്മിറ്റി എന്ന ഒരു പദവി മാത്രമാണ് കേരള കോൺഗ്രസിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പക്ഷേ പാർട്ടിയെ ഒരു നിർണായക സന്ദർഭത്തിൽ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് അദ്ദേഹം നടത്തിയ ഈ പ്രവർത്തനത്തെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി പരിപൂർണമായും അദ്ദേഹത്തെ പാർട്ടിയുടെ എല്ലാ സ്ഥാനമാനങ്ങളിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ ഉള്ള സ്ഥാനത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് രാവിലെ തന്നെ പത്രക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തോട് കൂടെ നിൽക്കുന്ന പാർട്ടിയുടെ ഏതെങ്കിലും വ്യക്തികൾ കേരള കോൺഗ്രസുമായി ബന്ധമുള്ള ഒരു നേതാവും ഈ നിലമ്പൂർ മേഖലയിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ആ കാരണം കൊണ്ട് തന്നെ കേരള കോൺഗ്രസിൻ്റെ ലേബൽ ഉപയോഗിച്ച് അദ്ദേഹം നടത്തുന്ന എല്ലാവിധ അവകാശവാദങ്ങളും അസത്യവും കള്ളപ്രചരണവുമാണെന്ന് ഞാൻ വ്യക്തമായി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം കേരള കോൺഗ്രസ് സ്ഥാനങ്ങൾ വഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. യെസ്, പിന്നെ അദ്ദേഹത്തിന് സ്ഥാനങ്ങൾ ഒഴിവാക്കി എന്നല്ല പറയുന്നത്. അത് അദ്ദേഹം ഈ സ്ഥാനങ്ങൾ പാർട്ടിയുടെ ഔദ്യോഗിക തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഒരു സ്ഥാനവും ലഭിക്കാതെ വന്ന സാഹചര്യത്തിൽ അദ്ദേഹം പാർട്ടിയോട് മാപ്പ് അപേക്ഷിക്കുകയും എന്നെ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ 40 വർഷത്തെ പാരമ്പര്യമൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഒരു കത്ത് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഒരു നോമിനേറ്റഡ് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗമല്ല, നോമിനേറ്റഡ് അംഗമായിട്ട് പാർട്ടി അംഗീകരിച്ചത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനാർത്ഥിത്വം BJPയുടെ സ്ഥാനാർത്ഥിയായതിനെ അദ്ദേഹത്തിന് BJPക്ക് തന്നെ കേരളത്തിലും തന്നെ അല്ലെങ്കിൽ നിലമ്പൂരിൽ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനില്ലാതെ അവർ ഇങ്ങനെ സ്ഥാനാർത്ഥി ദാരിദ്ര്യം മുഖാന്തരം എല്ലാ മേഖലകളിലും അവർ പൈസയും പദവിയും നൽകി അവർ പാർട്ടി സ്വീകരിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യാനാണ്? അത് തികച്ചും BJP എന്ന പാർട്ടിയുടെ സമ്പൂർണ്ണ പരാജയമാണ്. അദ്ദേഹം യാതൊരുവിധ സൂചനകളും നൽകിയിട്ടില്ല. ഒന്നാമത് അദ്ദേഹം കഴിഞ്ഞ 4 വർഷമായി കേരള കോൺഗ്രസ് പാർട്ടിയിൽ യാതൊരുവിധ പ്രവർത്തനങ്ങൾക്കും സജീവമല്ല. പാർട്ടിയുടെ ജില്ലാ ക്യാമ്പ് നടന്നു, മറ്റ് ജില്ലാ മേഖലകളിലും സ്വീകരണ കേന്ദ്രങ്ങളിലെ പല മേഖലകളിലും പാർട്ടി പരിപാടികളിൽ ഒരു മേഖലയിലും അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. അദ്ദേഹം ഒരു പാർട്ടി പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു പദവി വാങ്ങി ഞാൻ ആ പാർട്ടിയിലാണ് എന്ന അവകാശവാദം മാത്രമേ ഉന്നയിക്കുന്നുള്ളൂ. ഈ 4 വർഷമായിട്ട് പാർട്ടിയിൽ സജീവമല്ല, പക്ഷേ ഇന്ന് രാവിലെ ആവേണ്ടി വന്നു നിങ്ങൾക്ക് ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കി പാർട്ടിയുമായിട്ട് ഒരു ബന്ധമില്ല, സ്ഥാനമാനങ്ങളില്ല, അതെന്തുകൊണ്ടാണ്? സ്ഥാനമാനങ്ങളിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജനാധിപത്യ മതേതര പാർട്ടിയാണ്.
ഈ പാർട്ടിയെ സംബന്ധിച്ച് നമ്മൾ ഒരു എല്ലാവരെയും ഉൾക്കൊണ്ടു പോവുക എന്നുള്ള ഒരു വിശാലമായ നയമാണ് പാർട്ടിയുടെ ചെയർമാൻ തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തെയും നമ്മൾ പാർട്ടി വിരുദ്ധമായി അദ്ദേഹം പരസ്യമായി ഒരു പാർട്ടിക്കെതിരെ എങ്ങും ഫോറത്തിൽ സംസാരിച്ചിട്ടില്ല. പാർട്ടിയിൽ സജീവമല്ല, പാർട്ടി കേഡറിംഗ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് ഒഴിച്ചാൽ പാർട്ടി വിരുദ്ധമായിട്ട് അദ്ദേഹം ഇതുവരെ എതിർത്ത് പബ്ലിക്കായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് നേരത്തെ BJP ബന്ധം ഉണ്ടായിരുന്നു, അങ്ങനെ വല്ല BJP ബന്ധം ഉള്ളതായിട്ട് നമുക്ക് അറിവില്ല. മുൻ നേതാവായിരുന്നു, പാർട്ടിയുടെ കേരള കോൺഗ്രസിൻ്റെ മുൻ നേതാവായിരുന്നു. അത് പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നു. PJ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസുമായി യാതൊരു ബന്ധവുമില്ല. സ്റ്റേറ്റ് നോമിനേറ്റർ ഇന്ന് രാവിലെ ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്തു.